പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിജിയെ വരവേൽക്കുവാൻ വേണ്ടി തൃശ്ശൂരിലെ ജനത സാംസ്കാരിക കേരളം അതിനുവേണ്ടി ഒരുങ്ങുകയാണ്. വലിയൊരു റോഡ് ഷോ, തൃശ്ശൂരിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ റോഡ് ഷോയ്ക്കാണ് ഏതാനും മണിക്കൂറുകൾക്കകം തൃശ്ശൂർ നഗരം സാക്ഷിയാകാൻ പോകുന്നത്. എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഈ റോഡ് ഷോയിൽ പങ്കെടുക്കും. രാഷ്ട്രീയത്തിനപ്പുറത്ത് വലിയൊരു ജനസഞ്ചയമാണ് തൃശ്ശൂരിൽ എത്താൻ പോകുന്നത്. ഈ റോഡ് ഷോയിലേക്ക് എത്തുന്ന ശ്രീ നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള പുഷ്പവൃഷ്ടിയാണ് കേരള ജനത പ്രത്യേകിച്ച് തൃശ്ശൂരിലെ ജനത ഒരുക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള അഹോരാത്രമുള്ളൊരു പ്രവർത്തനമാണ് സഹപ്രവർത്തകർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കട്ടായില്ലേ? കറക്റ്റായി. അപ്പുറത്തേക്ക് യെല്ലോയിലേക്ക് പോയി. ചേട്ടാ ആ ഭാഗത്ത് ട്യൂബിട്ട് ലൈറ്റ് ഇട്ട ഫിനിഷിംഗ് എങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടോ? ബി ജെ പിയുടെ ലോകാരാധ്യനായ നരേന്ദ്രമോദിക്ക് വേണ്ടി അഹോരാത്രം തൃശ്ശൂർ ജില്ലയിലെ പ്രവർത്തകർ രാപ്പകലില്ലാണ്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ദൃശ്യമാണ് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ബി ജെ പിക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിലെ എല്ലാ ജനങ്ങളെയും ഒരേമാതിരി കാണുന്ന നരേന്ദ്രമോദിയുടെ വരവേൽപ്പിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മാക്സിമം എല്ലാവർക്കും ഉത്തേജനം കൊടുക്കുന്നതിന് വേണ്ടി സ്ത്രീകൾ തൊട്ട് അബാലവൃദ്ധ ജനങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഈ അദ്ദേഹത്തിന് വരവേൽക്കാൻ തൃശ്ശൂർ ജനത ഒരുങ്ങിക്കഴിഞ്ഞതിൻ്റെ
ഒരു പുഷ്പവൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പങ്കാളികളായ എല്ലാ ജാതിഭേദഭേദമില്ലാണ്ട് എല്ലാ ആൾക്കാരും ഇതിലുണ്ട്. അതുകൊണ്ട് ഈ പുഷ്പവൃഷ്ടി അതിഗംഭീരമായിട്ട് ചരിത്രത്തിൽ തൃശ്ശൂർ ജനതയ്ക്ക് വല്ലാത്തൊരു പ്രചോദനം നൽകുന്നതാണ് നരേന്ദ്രമോദി വരവേൽപ്പ്. അതിന് ഞങ്ങളെല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ജയ് നരേന്ദ്രമോദി, ജയ് ഭാരത്, ഭാരത് മാതാ കി ജയ്.